Hi students, welcome to my YouTube channel. BFAM എന്നത് ഒരു 4 years പ്രൊഫഷണൽ കോഴ്സാണ്. ഈ കോഴ്സിൽ കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കായിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ സിലബസ് ആണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ടോട്ടൽ 7 സബ്ജക്ട്സ് ആണ് BFAM ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. 4 യൂണിവേഴ്സിറ്റി ആൻഡ് 3 നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി. 3 നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് ആയ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റെമഡിയൽ ബയോളജി, റെമഡിയൽ മാത്സ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന സബ്ജക്റ്റിൽ ഹ്യൂമൻ ബോഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹാഫ് പോർഷൻ മാത്രമേ ഫസ്റ്റ് സെമിസ്റ്ററിൽ നാം പഠിക്കുന്നുള്ളൂ. നെക്സ്റ്റ് റിമൈനിങ് പോർഷൻ സെക്കൻഡ് സെമിസ്റ്ററിൽ നാം പഠിക്കും. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഫുൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ആണ് ഇതിൽ വിവരിക്കുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷൻ, പ്രിപ്പറേഷൻ മെത്തേഡ്സ് എക്സെട്ര. ഫാർമസ്യൂട്ടിക്സ് എന്ന സബ്ജക്റ്റിൽ മെഡിസിനൽ പ്രിപ്പറേഷൻസ്, ഡോസേജ് ഫോം, സിറപ്സ്, എലൈസേഴ്സ്, ഓയിൻമെന്റ്സ് എക്സെട്ര ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും വിവരിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ യൂസസ്, മോളിക്കുലർ ഫോർമുല, പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അസേ എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോൺ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് ആണ്. എല്ലാ സ്റ്റുഡൻസിനും ഈ സബ്ജക്ട്സ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടി വരും. ബട്ട് റെമഡിയൽ ബയോളജി ആൻഡ് റെമഡിയൽ മാത്സ് ചില സ്റ്റുഡൻസിന് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബയോളജി പ്ലസ് ടുവിൽ എടുക്കാത്ത സ്റ്റുഡൻസിന് റെമഡിയൽ ബയോളജി ആൻഡ് പ്ലസ് ടുവിൽ മാത്സ് എടുക്കാത്ത സ്റ്റുഡൻസിന് റെമഡിയൽ മാത്സും പഠിക്കേണ്ടി വരും. തിയറി സബ്ജക്ട്സിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസും നാം ചെയ്യേണ്ടി വരും. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി 1 പ്രാക്ടിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് 1 പ്രാക്ടിക്കൽസ്, ഫാർമസ്യൂട്ടിക്സ് 1 പ്രാക്ടിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽസ്. യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 19 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് 75 മാർക്സിലാണ്. ആദ്യം 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, 10 മാർക്സ് ഈച്ച് ആണ്. ഷോർട്ട് ആൻസർ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് വിത്ത് 5 മാർക്സ്. ആൻസേഴ്സ് ബ്രീഫ്ലി 10 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് 2 മാർക്സ്. അങ്ങനെ 75 മാർക്സിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.